കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിതരെ, 100% സാക്ഷരതയുള്ള തലമുറയല്ലേ നമ്മുടേത്. അടിയുറച്ച സാംസ്കാരിക പൈതൃകവും നമുക്കില്ലേ? പ്രബോധനം നൽകുന്ന ഗുരുക്കന്മാരും ആധ്യാത്മിക നേതാക്കളും നമുക്കില്ലേ? കാര്യങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് ലഭിച്ചിട്ടില്ലേ? എന്നിട്ടും നമ്മുടെ ഇടയിൽ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഒക്കെ നടമാടും. എവിടെ പോയി നമ്മുടെ അന്തസ്സ്? എന്ത് പറ്റി നമ്മുടെ ത്യാഗ മനസ്ഥിതിക്ക്? വിശുദ്ധമായ നോമ്പിന്റെ പാതിയോട് അടുക്കുന്ന ഈ സമയം ഈ ചില ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. എന്ത് വില കൊടുത്തും ജീവിതത്തിൽ കേമനാകണം എന്ന മോഹമല്ലേ പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നത്? ആരെ കുത്തിക്കവർന്നാലും വേണ്ടില്ല, ജീവിതം എങ്ങനെയും ആസ്വദിക്കണമെന്ന ചിന്തയല്ലേ പല കെണികളിലും നമ്മെ കൊണ്ടുവന്ന് ചാടിക്കുന്നത്? നാം ഇതുവരെ പിന്തുടർന്നിരിക്കുന്ന പാതകൾ എന്ത് എന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടവയെ തിരുത്തി നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹീതമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കില്ലേ? ശീലിച്ചു പോകുന്നത് കൊണ്ട് മാത്രം അർത്ഥവും ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങളാണ് നാം ദൈനംദിനം ചെയ്യുന്നത്. ഉദാഹരണമായി, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ശീലം തന്നെ എടുക്കുക. അവരെ കുറ്റം പറയുന്നതിലൂടെ നമുക്കൊന്നും നേടാനില്ലെന്നറിയാം. എന്നിരുന്നാലും മറ്റുള്ളവരെ കുറ്റം പറയുക നമ്മുടെ ശീലമായി പോയതുകൊണ്ട് നാം അത് അനുസ്യൂതം തുടർന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ നാം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ആണല്ലോ ശീലങ്ങളാകുന്നത്. ഇങ്ങനെയുള്ള ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നത്. ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെയോ പരാജയത്തെയോ നിർണയിക്കുന്നത്. ജീവിതം നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് നമ്മുടെ ശീലങ്ങൾക്കുണ്ട്. നമ്മുടെ ശീലങ്ങൾ നല്ലതാണെങ്കിൽ അവ തീർച്ചയായും നമ്മെ വിജയത്തിൽ എത്തിക്കും. നാം അറിഞ്ഞും അറിയാതെയും വളർത്തിയെടുക്കുന്ന ശീലങ്ങൾ ആദ്യം വെറും ചിലന്തി വലകൾ പോലെ ആയിരിക്കും. കാരണം പെട്ടെന്ന് നമുക്കവയെ നീക്കാൻ കഴിയും. എന്നാൽ അവ സാവധാനം നമ്മിൽ വേരിറക്കുകയാണെങ്കിൽ വടം പോലെ നമ്മെ വരിഞ്ഞു കിട്ടുകയും ചെയ്യും എന്ന് ഓർക്കുക. ദുശീലങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്നവരാണ് നാമെങ്കിൽ അവയിൽ നിന്നും മോചനം നേടുവാൻ ഈ നോമ്പിന്റെ മുന്നോട്ടുള്ള നാളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമേ. ആത്മാർത്ഥമായി നമുക്കൊന്ന് നോക്കാം. അതുപോലെ പുതിയ ദുശീലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി കുടിയേറുവാൻ ഇടവരാതെയും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തുന്ന നല്ല ശീലങ്ങളായി തീരട്ടെ. ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന ഘടകമായതുകൊണ്ട് അവ നമ്മിൽ കുടിയേറാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുവാൻ ദൈവാനുഗ്രഹം കൂടിയേ തീരൂ എന്നതും നമുക്ക് മറക്കാതിരിക്കാം. വിശുദ്ധമായ ഈ നോമ്പിൽ കുമ്പിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുമ്പോഴാണ് തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഏതുമില്ല, എനിക്കൊന്നുമില്ല, എൻ്റെ ആശ്രയം ദൈവം തമ്പുരാൻ മാത്രമാണ് എന്ന് നാം സമ്മതിച്ചു കൊടുക്കും. അപ്രകാരമുള്ള ഒരു സമ്മതപത്രം ഈ നോമ്പിൽ നമ്മിൽ നിന്നുണ്ടാകുന്നെങ്കിൽ ആപത്തുകളിലും അനർത്ഥങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലുമെല്ലാം നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഇടം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം, പ്രത്യാശ വെക്കാം, കൃപയോടെ ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.